ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു മിനി ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അവിടെ നിങ്ങൾക്ക് എൻ്റെ മോൻ എടുക്കുന്ന പണിയൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ ഒരു ആങ്കർ ഉണ്ടായിരുന്നു, അതിനടുത്ത് തറയിലിടാം. പിന്നെ ആ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല. അത് രാവിലെ എണീക്കുമ്പോൾ മോൻ്റെ മൂത്രം ജസ്റ്റ് ലീക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെഡ്ഷീറ്റ് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഡ്രസ്സ് അലക്കാണ്ട് അതും കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് കറിക്ക് മീൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലി, പുളി ഇതൊക്കെ ഇട്ട് അരക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളത്തിലേക്ക് രാവിലെ വാങ്ങിയ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം തുഞ്ചെടുക്കാൻ കുറച്ച് എളുപ്പമാണ് കേട്ടോ. പിന്നെ അടുപ്പ് കത്തിച്ചു എന്നിട്ട് അരി കഴുകി അടുപ്പത്ത് ഇടുന്നുണ്ട് കേട്ടോ, ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ അതിൻ്റെ റബ്ബർ ഷീറ്റ് ജസ്റ്റ് മൂത്രമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ജസ്റ്റ് ഓമ്പിയിട്ട് അല്ലിട്ട് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ വേഗം കൊണ്ടുവന്ന് അത് പിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് എടുത്തതാണ്. ഇതെങ്ങനെ എന്തൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാ ഡ്രസ്സും ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെ ഇടുന്നത്. അപ്പോൾ ഇത് ഇട്ടിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ്. എൻ്റെ മോന് എപ്പോൾ ബെഡ്ഷീറ്റാണ് എന്താണെങ്കിലും തറയിൽ വിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയിൽ കയറി ഇങ്ങനെയൊക്കെ എടുക്കുക. അത് അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണോ അല്ലാതെ അവനത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ എന്തൊന്നും എനിക്കറിയില്ല. അങ്ങനെ വീണ്ടും കിച്ചണിലോട്ട് വന്നു. എന്നിട്ട് മീനുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം മുള്ളും പൊളിഞ്ചൊക്കെ ഉള്ളൊരു മീനാണ് കേട്ടോ. നല്ല പണി പെട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ മുള്ളൊക്കെ ഫസ്റ്റ് ഞാൻ തുഞ്ചെടുത്തതിന് ശേഷമാണ് സൈഡിലോ ഇതൊക്കെ കട്ട് ചെയ്തത്. പിന്നെ മുള്ളു കുത്തുന്നത് കൊണ്ടില്ല, ഞാൻ എന്ത് ചെയ്തറിയോ, മുള്ളൊക്കെ എടുത്തതിന് ശേഷമാണ് അതിൻ്റെ തുഞ്ചൊക്കെ എടുത്തത്. എന്നിട്ട് ഇത് കുറച്ച് ചപ്പുള്ള മീൻ, എനിക്ക് മീനിൻ്റെ പേരറിയില്ല, എന്നാൽ അത്യാവശ്യം മീൻ കട്ട് ചെയ്യാൻ അറിയാം, പേരറിയുന്നില്ലെങ്കിലും. അങ്ങനെ മീനൊക്കെ നന്നായി തഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ മീൻ കുറച്ച് ചപ്പായത് കൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ടാണ് നന്നായി കഴുകി എടുത്തത്. എന്നിട്ട് തുഞ്ചി പോകാൻ പിന്നെ കുറച്ച് സമയം ഉപ്പിട്ടിട്ട് തന്നെ ഈ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ചെറിയ പീസാക്കിയത് കറിക്കുള്ള. അപ്പോൾ കായ് അവിടെ ആയിട്ടുണ്ട്. അതെടുത്ത് ഗ്യാസിൽ വെച്ചു. തളിച്ചതിന് ശേഷം ടൊമാറ്റോ ഉള്ളി ഇട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ ഒരു ക്യാബേജ് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തു. എന്നിട്ട് അത് ചെറിയ വറവാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് എണ്ണ, കടുക് ഉണ്ടായിരുന്നില്ല, കറിവേപ്പില, മുളക്, പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് നന്നായി ചിള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് ക്യാബേജ് ഇട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇട്ട് മൂടി വെക്കുന്നുണ്ട്. ഇതൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ ആക്കിയതിന് ശേഷം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെള്ളമാറാൻ ജസ്റ്റ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പാത്രമൊക്കെ തോർത്തി അതിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നിട്ട് അത് കുറച്ച് ക്യാബേജ് വന്നതിന് ശേഷം തേങ്ങയും കുറച്ച് എണ്ണവും വെളുത്തുള്ളി മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കുറച്ച് വഴറ്റിയതിന് ശേഷം അത് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ കറി ആയിട്ടുണ്ട്, ക്യാബേജ് കറി ആയിട്ടുണ്ട്, ചോറായിട്ടുണ്ട്. അന്ന് കുളിച്ചതിന് ശേഷം